നമസ്കാരം. കൃഷിദർശനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നമുക്ക് സോയിൽ ഇൻഫർമേഷൻ സെൻ്ററിലേക്ക് കടക്കാം. ഇൻഫർമേഷൻ സെൻ്ററിനകത്ത് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു സോയിൽ സാമ്പിൾ എടുക്കുന്നതിനും ഒപ്പം സർവേക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനും ഒരു മോണോലിത്ത് പ്രിപ്പറേഷനുമൊക്കെയുള്ള ആവശ്യമുള്ള സാധനങ്ങളും ഉപകരണങ്ങളുമാണ്. ഇതൊരു മണ്ണ് അരിക്കുന്നതിനുള്ള സീവാണ്. മണ്ണ് പരിവേഷണത്തിന് ആവശ്യമായ ആയുധങ്ങളും ഉപകരണങ്ങളും പ്രത്യേകം നിരത്തിവച്ചിട്ടുണ്ട്. സോയിൽ മ്യൂസിയത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന സോയിൽ ഇൻഫർമേഷൻ സെൻ്ററിനുള്ളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിനുള്ളിൽ വിവിധ നീർത്തട മാതൃകകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മണ്ണ് ജല സംരക്ഷണത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട മാതൃകകൾ എന്തൊക്കെയാണ് അതും വിശദമായിട്ടുള്ള മോഡൽസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു വിപുലമായിട്ടുള്ള ഒരു ലൈബ്രറിയും റഫറൻസ് സൗകര്യവും ഇവിടെയുണ്ട്. വാട്ടർഷെഡ് അറ്റ്ലസുകൾ മാത്രമല്ല, നമ്മുടെ ഓരോ ജില്ലയുടെയും മൺതരങ്ങളെക്കുറിച്ചുള്ള വിഭവ ഭൂപടവും ഇവിടെ വരുന്നവർക്കായും ഗവേഷകർക്കായും വിദ്യാർത്ഥികൾക്കുമായുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സോയിൽ ഇൻഫർമേഷൻ സെൻ്ററിനുള്ളിൽ ഒരു നീർത്തട മാതൃക, അതായത് വാട്ടർഷെഡ് മോഡലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്തേക്ക് മഴവെള്ളം ഒഴുകിയെത്തുന്ന ചുറ്റുമുള്ള പ്രദേശങ്ങളെ അതിൻ്റെ നീർത്തടം എന്ന് വിശേഷിപ്പിക്കാം. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും, ഇവിടെ ഒരു ഉയർന്ന വനപ്രദേശം, അവിടെ പെയ്തു വീഴുന്ന മഴവെള്ളം മുഴുവൻ ഉള്ളിലേക്ക് കിനിഞ്ഞിറങ്ങി അരുവിയായും നദിയായും അത് ഒഴുകി സമതലങ്ങളിലേക്ക് വന്ന് ജനവാസ മേഖലയെ പുഷ്ടിപ്പെടുത്തുകയാണ്. കൃഷിക്കും ഉപജീവനത്തിനും അത് സഹായിക്കുന്നതിനൊപ്പം അത് ആ പ്രദേശങ്ങളിലെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ ജീവസന്ധാരണത്തിന് ഉപകരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള, അതേസമയത്ത് വൈവിധ്യങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഒരു വിശദമായ ഒരു നീർത്തട മാതൃകയാണ് ഇവിടെ സോയിൽ മ്യൂസിയത്തിനുള്ളിൽ ഒരുക്കി വച്ചിട്ടുള്ളത്. കേരളത്തിലെ 14 ജില്ലകളുടെയും സോയിൽ മാപ്പുകൾ, നീർത്തട ഭൂപടങ്ങൾ, ഭൂവിജ്ഞാന ഭൂപടങ്ങൾ, ധാതു ഭൂപടങ്ങൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം കാണുന്നത് മേഡം, ഇപ്പം പദ്ധതികൾ നടപ്പിലാക്കുന്നതായാലും ആസൂത്രണം ചെയ്യുന്നതായാലും നീർത്തടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഇപ്പം ഇവിടെ ഒരു നീർത്തടങ്ങളുടെ 14 ജില്ലകളുടെ നീർത്തടങ്ങളുടെ ഒരു ഭൂപടം അറ്റ്ലസ് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇതെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നമ്മുടെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് പഞ്ചായത്ത് തലത്തിൽ നമ്മൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ നീർത്തടം എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ജില്ലയിലും നമ്മൾ എല്ലാ ജില്ലാ അടിസ്ഥാനത്തിൽ നീർത്തടം മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ ഡിസ്പ്ലേ വാട്ടർഷെഡ് മാപ്പ്. അപ്പോൾ അതിൽ ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി. എന്താണ് ഈ ഹൈ പ്രയോറിറ്റി, ലോ പ്രയോറിറ്റി? അത് നമ്മൾ കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട് ആ പ്രദേശത്തിന്റെ, അത് വെച്ച് നമ്മൾ റേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്താണ് ആ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഹൈ പ്രയോറിറ്റി ഏരിയ, എങ്കിലേ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ഈ പഞ്ചായത്തുകൾ, വിവിധ പഞ്ചായത്തുകൾ ഈ അറ്റ്ലസ് വാട്ടർഷെഡ് അറ്റ്ലസിനെ അതിന്റെ ഞങ്ങളെ എവോസ് വഴി അഗ്രികൾച്ചർ ഓഫീസേഴ്സ് ഞങ്ങൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ അത് ഡെലിനിയേറ്റ് ചെയ്ത് അവർക്ക് മാപ്പായിട്ട് കൊടുക്കും. ആ മാപ്പ് വെച്ചിട്ടാണ് അവർ ബെനിഫിഷ്യറീസും ബൗണ്ടറിയും ഇത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അവർ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യും. അത് നമ്മൾ ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേഷൻ കമ്മിറ്റി മീറ്റിംഗ് കളക്ടർ കണ്ടക്ട് ചെയ്യും. അതിൽ വെച്ച് നമ്മുടെ സ്ഥാനിത്യത്തിലാണ് അവരത് അപ്രൂവ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ എല്ലായിടത്തും ഇപ്പം ഇന്റർനെറ്റൊക്കെ വ്യാപകമായിട്ടുണ്ട്. അപ്പം നമുക്കൊരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ട് അതിൽ തന്നെ ഈ വാട്ടർഷെഡ് അറ്റ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റ് ആരംഭിക്കാൻ തീർച്ചയായിട്ടും അതിൽ ഇത് ഉൾക്കൊള്ളിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ പഞ്ചായത്തുകൾക്കും അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് വഴി അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാനും അതിനനുസരിച്ചുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാൻ അവർക്ക് ഉപകരിക്കുകയും ചെയ്യും അല്ലേ?
മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നടപ്പിലാക്കേണ്ടത്, ഇതിനെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിക്കുന്ന വിവിധ വർക്കിംഗ് മോഡൽസും ഈ സോയിൽ ഇൻഫർമേഷൻ സെൻറ്ററിനകത്ത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണം മഴക്കുഴികളെ പറ്റി പറയുമ്പോൾ ഈ മഴക്കുഴികൾ എല്ലായിടത്തും എടുക്കാമെങ്കിലും മഴവെള്ള സംഭരണത്തിന് വേണ്ടി മഴക്കുഴികൾ എല്ലാ പ്രദേശത്തേക്കും പറ്റില്ല എന്നൊരു നിർദ്ദേശം കൂടി അവസാനം കൊടുക്കുന്നുണ്ട്. കാരണം ഉരുൾപൊട്ടൽ മേഖലയിൽ തീർച്ചയായും മഴക്കുഴി എടുക്കുന്നത് അഭികാമ്യമല്ല. ഇത് കോണ്ടൂർ ബണ്ട് എന്ന് പറയും, സ്റ്റോൺ പിച്ച് കോണ്ടൂർ ബണ്ട്, അതായത് നമ്മുടെ ചരിവിന് കുറുകെ എടുക്കുന്ന ബണ്ടുകളാണ്. മാത്രമല്ല അത് ഒരേ ഉയരത്തിനനുസരിച്ചാണ് ഈ കോണ്ടൂർ ബണ്ട് എടുക്കുന്നത് അല്ലേ, കല്ല് കയ്യാല. ഇതെല്ലാം ഇവിടെ കാണിച്ചിട്ടുള്ള എല്ലാം തന്നെ മണ്ണ് സംരക്ഷണത്തോടുകൂടി വെള്ളവും കൂടെ സംരക്ഷിക്കപ്പെടും. തീർച്ചയായും മണ്ണ് സംരക്ഷിക്കുമ്പോൾ വെള്ളവും സംരക്ഷിക്കപ്പെടും. മണ്ണ് കയ്യാല, ഗ്രേഡഡ് ബണ്ടുകൾ, നീർച്ചാലുകൾ, അകത്തേക്ക് ചെരിവുള്ള കയ്യാലകൾ, വൃക്ഷത്തടങ്ങൾ, വിവിധതരം ചെക്ക് ഡാമുകൾ തുടങ്ങി പലവിധ മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങളുടെയും കണിക ജലസേചനം, സ്പ്രിംഗ്ലർ ജലസേചനം എന്നിവയുടെയും മാതൃകകൾ ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. ഈ ഒരു ഇതിൽ പടത്തിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് ലോകത്തുള്ള മണ്ണിനങ്ങളെ എങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. അത് 12 ഓർഡർ ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഡോക്കിച്ചവ് ഒരു റഷ്യൻ സയന്റിസ്റ്റ് ആണ്. അദ്ദേഹമാണ് സോയിൽ മ്യൂസിയത്തിനോടനുബന്ധിച്ച് ഒരു വിശാലമായ ഒരു റെഫറൻസ് സെക്ഷൻ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിൻ്റെ പല പ്രസിദ്ധീകരണങ്ങളും അതോടൊപ്പം തന്നെ ബെഞ്ച് മാർക്ക് സോയിൽസ്, വിഭവ ഭൂപടങ്ങൾ ഇവയൊക്കെയും ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് അല്ലെങ്കിൽ കർഷകർക്ക് അത് പരിശോധിക്കുന്നതിനും അത് പഠിക്കുന്നതിനും റെഫർ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഒരു സോയിൽ ഇൻഫർമേഷൻ സെൻറ്ററിനകത്താണ് ഈ സൗകര്യങ്ങളൊക്കെയും ഒരുക്കിയിട്ടുള്ളത്. സോയിൽ മ്യൂസിയത്തോടനുബന്ധിച്ച് ഒരു മിനി തിയേറ്ററും പ്രവർത്തിക്കുന്നുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത അത്യന്താധുനിക സജ്ജീകരണങ്ങളുള്ള ഈ തിയേറ്ററിൽ കർഷകർക്കായി ഇവിടെ എത്തുന്നവർക്കായും നീർത്തട മാതൃകകളെക്കുറിച്ചും മണ്ണുജല സംരക്ഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ലഘുചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഒപ്പം ഇവർക്കായി പരിശീലന ക്ലാസുകൾ, സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ എന്നിവയും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. വളരെ വിശാലമായി സജ്ജീകരിച്ചിട്ടുള്ള സോയിൽ അനാലിറ്റിക്കൽ ലബോറട്ടറി കാണാം. മണ്ണ് എന്ന അമൂല്യ വസ്തുവിൽ അടങ്ങിയിട്ടുള്ള നാം അറിയാത്തതും അറിയേണ്ടതുമായ അനേകം രഹസ്യങ്ങൾ ഈ പരീക്ഷണശാലയിൽ നിന്നും ചുരുളഴിയുന്നു. മണ്ണിൻ്റെ ഘടകങ്ങളെക്കുറിച്ചും പോഷകാംശങ്ങളെക്കുറിച്ചും രാസപദാർത്ഥങ്ങളെക്കുറിച്ചും അനവധി പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കും. മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിൻ്റെ സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിലാണിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ മണ്ണിൻ്റെ രാസ, ഭൗതിക, ജൈവ ഗുണങ്ങൾ മനസ്സിലാക്കാൻ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അത്യന്താധുനിക സജ്ജീകരണങ്ങൾ വരെ ഒരുക്കിയിട്ടുണ്ട്. ഒരു മണ്ണിൻ്റെ അമ്ലത്വം എത്രയാണ്, അതിൽ എത്രമാത്രം pH ഉണ്ട്, മാത്രമല്ല അതിലടങ്ങിയിട്ടുള്ള സോൾട്ട്, അതായത് ലവണങ്ങൾ എന്തൊക്കെയാണ്, അതിലടങ്ങിയിട്ടുള്ള മൂലകങ്ങൾ എന്തൊക്കെയാണ്, അത് എത്ര അളവിൽ അടങ്ങിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളെല്ലാം അറിയുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഭൗതിക ഗുണങ്ങൾ അറിയാനും, കൂടാതെ അതിൻ്റെ ഒരു മൈക്രോ ബയോളജി ലാബിനുള്ളിൽ മണ്ണിൻ്റെ ജൈവ ഗുണങ്ങൾ അറിയാനുള്ള സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. മണ്ണിലുള്ള സൂക്ഷ്മ ജീവികൾ എത്രത്തോളമുണ്ട്, അത് ഏത് ഗണത്തിൽപ്പെട്ട ജീവികളാണ്, അവ ഉപദ്രവകാരികളാണോ ഉപകാരികളാണോ തുടങ്ങിയ വിവരങ്ങളും നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും സജ്ജീകരണങ്ങളുള്ള ഈ ലാബിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് കൃഷി വകുപ്പ് മുഖേന സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. മാത്രമല്ല
മണ്ണിനെ നല്ല രീതിയിൽ പരിശോധിച്ച് അതിൻ്റെ രാസ ഭൗതിക ജൈവ ഗുണങ്ങൾ ഇണക്കി ചേർത്ത് ഒരു സോയിൽ ഹെൽത്ത് കാർഡും ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട്. നമ്മുടെ മനുഷ്യരുടെ ബ്ലഡ് സാമ്പിളൊക്കെ പരിശോധിച്ചിട്ട് നമ്മൾ ഹെൽത്ത് കാർഡ് കൊടുക്കും പോലെ മണ്ണിൻ്റെ ഗുണങ്ങളൊക്കെയും പരിശോധിച്ചിട്ട് സമഗ്രമായ ഒരു ആധികാരിക രേഖയായിട്ടാണ്, ഒരു 5 വർഷത്തേക്ക് വരെ കർഷകർക്ക് ഉപയോഗപ്പെടുന്ന ഒരു രേഖയായിട്ടാണ് ഈ സോയിൽ ഹെൽത്ത് കാർഡ് ഇവിടെ നിന്നും വിതരണം ചെയ്യുന്നത്. ഈ ഹെൽത്ത് കാർഡ് അവരവരുടെ കൃഷിഭവനിൽ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് വളങ്ങൾ ലഭിക്കുന്നതിനും അവരുടെ കൃഷിമുറകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതിനും കർഷകർക്ക് ഉപകരിക്കുകയാണ്. മേഡം, ഇപ്പോൾ ഒരു കർഷകനെ സംബന്ധിച്ച് ഈ ഹെൽത്ത് കാർഡ് അവൻ എങ്ങനെ ലഭ്യമാവും? ഇത് ഞങ്ങൾ എല്ലാ ജില്ലാതല ഓഫീസുകളിൽ നിന്നും ഓരോ പഞ്ചായത്തിൽ പോയി മണ്ണ് ശേഖരിച്ച് ഇവിടെ ലാബിൽ കൊടുത്ത് അനലൈസ് ചെയ്താണ് ഈ കാർഡ് ഉണ്ടാക്കുന്നത്. അതെ. അല്ലാതെ ഒരു കർഷകന് ഈ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇവിടെ വന്ന് ജില്ലാ ഓഫീസിലോ അല്ലെങ്കിൽ ഇവിടെ ലാബിലോ വന്ന് നേരിട്ട് കൊടുക്കാവുന്നതാണ്. എത്ര രൂപയാണ് അതിന് ചിലവ്? അത് എന്തൊക്കെ അനാലിസിസ് ആണ് പുള്ളിക്ക് ആവശ്യം എന്നുള്ള അനുസരിച്ച് അതിൻ്റെ റേറ്റ് മാറും. ഭക്ഷ്യസുരക്ഷ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കുന്ന പെസ്റ്റിസൈഡ് ലബോറട്ടറി ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നു. പഴങ്ങളിലും പച്ചക്കറികളിലും അടങ്ങിയിട്ടുള്ള മാരക കീടനാശിനികളും അവയുടെ അപകടങ്ങളെക്കുറിച്ച് വേണ്ട വിധത്തിൽ മുൻകരുതലുകളും മുന്നറിയിപ്പുകളും നൽകുന്നു. സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിൻ്റെ മറ്റൊരു സേവനത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെന്നിരിക്കുന്നത്. ഇവിടെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ ലാബിൻ്റെ ഉൾവശമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഭക്ഷ്യ വസ്തുക്കളിലൊക്കെയും ഇപ്പോൾ കീടനാശിനി അവശിഷ്ട വിഷാംശം കൂടുകയാണ് എന്നൊരു പരാതി പരക്കെയുണ്ട്. ഇത് നമുക്ക് പരിശോധിക്കാനുള്ള അവസരം സർക്കാർ ഒരുക്കുകയാണ് ഈ ഒരു സേവന കേന്ദ്രത്തിലൂടെ. നമ്മുടെ പച്ചക്കറികൾ, പഴങ്ങൾ, മണ്ണ്, ജലം ഇവയിലെ അവശിഷ്ട കീടനാശിനി അംശത്തെക്കുറിച്ച് അറിയുന്നതിന് ഈ ലാബിനെ സമീപിച്ചാൽ മതിയാവും. നമ്മുടെ സാമ്പിൾ നൽകി ചെറിയൊരു ഫീസ് നൽകിയാൽ അവർ അത് പരിശോധിച്ച് ഏത് കീടനാശിനി എത്രമാത്രം അളവിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന സർട്ടിഫിക്കറ്റും തരികയും ചെയ്യും. ഈ സോയിൽ മ്യൂസിയം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് വിവിധ മൺതരങ്ങളെ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ മൺതരങ്ങളെ പരിചയപ്പെടുത്തുക മാത്രമല്ല അവ സ്വന്തമാക്കാനുള്ള അവസരവും സംസ്ഥാന മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പ് ഒരുക്കുന്നുണ്ട്. ഈ ഒരു കിറ്റിൽ സോയിൽസ് ഓഫ് കേരള എന്ന പേരിൽ അവർ നൽകുന്ന ഈ ഒരു സമ്മാനപ്പൊതി കേവലം 100 രൂപയെ വിലയുള്ളൂ. പക്ഷേ അത് കുട്ടികൾക്കും ഗവേഷകർക്കും വലിയൊരു സമ്മാനം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ വിവിധ മൺതരങ്ങൾ, 8 മൺതരങ്ങൾ, ആ മൺതരങ്ങളുടെ എല്ലാം സാമ്പിൾ ഇതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത് സ്വന്തമാക്കാനുള്ളൊരു അവസരം കൂടിയാണ്. ഇവിടെ വന്ന് ഇത് വാങ്ങുന്ന കുട്ടികൾ ഇത് വളരെയധികം പ്രയോജനപ്രദമാണെന്ന് അവരുടെ ലാബിലും മാത്രമല്ല അവരുടെ ഒരു പ്രവൃത്തി പരിചയ മേളയിലുമൊക്കെ അവരിത് പ്രദർശിപ്പിച്ച് സമ്മാനങ്ങൾ നേടുന്നുമുണ്ട്. അങ്ങനെ സ്വന്തം മണ്ണിനെ തിരിച്ചറിയാൻ മാത്രമല്ല സ്വന്തമാക്കാനുള്ള അവസരവും ഈ സോയിൽ മ്യൂസിയം നമുക്ക് നൽകുകയാണ്. പ്രകൃതിയിൽ നമ്മുടെ ഭൂമിയുടെ ചർമ്മമാണ് മണ്ണ്. 1 ഇഞ്ച് മണ്ണ് രൂപപ്പെടാൻ 1000 വർഷമെടുക്കും എന്നാണ് കണക്ക്. അതേസമയം നല്ലൊരു മഴ കിട്ടിയാൽ 1 അല്ല 2 ഇഞ്ച് മണ്ണ് വരെ നമ്മുടെ ഭൂമുഖത്ത് നിന്ന് മണ്ണൊലിപ്പിലൂടെ അപ്രത്യക്ഷമാവുകയും ചെയ്യും. ഇത് തടയണം. ഇതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവുകൾ നൽകുകയാണ് സോയിൽ മ്യൂസിയം എന്ന മണ്ണ് പര്യവേഷണ സംരക്ഷണ വകുപ്പിൻ്റെ ഈ സ്ഥാപനം. മാത്രമല്ല അതോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന സെൻട്രൽ സോയിൽ അനലിറ്റിക്കൽ ലാബിൽ നമ്മുടെ മണ്ണിൻ്റെ സമഗ്ര ആരോഗ്യം അറിയുന്നതിനും അതിനെ തുടർന്ന് പരിപാലിക്കുന്നതിനുമുള്ള എല്ലാ നിർദ്ദേശങ്ങളും സേവനങ്ങളും ലഭ്യമാണ് താനും. ഈ സേവനം പൊതുജനങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇന്നത്തെ കൃഷിദർശൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. മാനവരാശിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനവും പ്രകൃതിയുടെ അമൂല്യ വിഭവമായ മണ്ണിനെക്കുറിച്ച്
സാധാരണക്കാരിലും ശാസ്ത്ര കുതുകികൾക്കും ഒരുപോലെ വിജ്ഞാനം പകരുന്ന വിസ്മയ ലോകമാണ് സംസ്ഥാന മണ്ണ് പര്യവേക്ഷണ സംരക്ഷണ വകുപ്പ് സോയിൽ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ സോയിൽ മ്യൂസിയം കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് മണ്ണിനങ്ങളെ മനസ്സിലാക്കുന്നതോടൊപ്പം ലോകത്തെമ്പാടും ഉള്ള മണ്ണിനങ്ങളെ നമ്മൾ ലോകത്ത് ഉള്ളത് നെതർലൻഡ്സിലെ വാഗനിങ്ങൻ യൂണിവേഴ്സിറ്റിയിലാണ് ലോകത്ത് ആദ്യമായി ഒരു സോയിൽ മ്യൂസിയം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആ സോയിൽ മ്യൂസിയത്തിൽ പോലും 32 സോയിൽ മോണോലിത്ത് ഉണ്ടായിരുന്ന സ്ഥാനത്താണ് 82 സോയിൽ മോണോലിത്തുമായി നമ്മുടെ സംസ്ഥാന സോയിൽ മ്യൂസിയം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ റീസെൻ്റായി ലോക സോയിൽ മ്യൂസിയം, അതായത് വേൾഡ് സോയിൽ മ്യൂസിയം എന്നുള്ള രീതിയിൽ വാഗനിങ്ങൻ യൂണിവേഴ്സിറ്റിയിലെ സോയിൽ മ്യൂസിയം ഇപ്പോൾ പുതുക്കി പണിത് അവിടെ ഇപ്പോൾ 70 മോണോലിത്ത് അവിടെ സജ്ജമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തന്നെയും ഇപ്പോൾ ലോകത്തിൽ വച്ച് ഏറ്റവും കൂടുതൽ മണ്ണിൻ്റെ പരിച്ഛേദികളുള്ള സോയിൽ മോണോലിത്തുള്ള സോയിൽ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന സോയിൽ മ്യൂസിയമാണ്. ഈ സോയിൽ മ്യൂസിയത്തിൽ ഒട്ടനവധി വിദ്യാർത്ഥികളും റിസർച്ച് ചെയ്യുന്നവരും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരും ശാസ്ത്രജ്ഞന്മാരും ദിനംപ്രതി വന്നു പോകുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഈ സോയിൽ മ്യൂസിയം ഒരു അതിശയമായിട്ടാണ് അവരെല്ലാം രേഖപ്പെടുത്തിയിട്ട് പോകുന്നത്. കാരണം നമ്മുടെ മണ്ണിനെ അറിയാൻ, നമ്മൾ മണ്ണിനെ പേപ്പറിലൂടെയും അല്ലെങ്കിൽ റിപ്പോർട്ടുകളിലൂടെയും മാത്രം അറിഞ്ഞിരുന്ന നമ്മളെ മണ്ണിനെ നേരിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള എല്ലാ പ്രധാനപ്പെട്ട മണ്ണിനങ്ങളെയും ഒരു കുടക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് എല്ലാ മണ്ണിനങ്ങളെയും സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംരംഭമാണ് സംസ്ഥാന സോയിൽ മ്യൂസിയം. നമുക്ക് ഏവർക്കും അറിയാം, കാർഷിക മേഖലയുടെ ഉന്നമനത്തിന് മണ്ണറിഞ്ഞ് വളം ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മണ്ണിലടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട വളങ്ങളായ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയ്ക്ക് പുറമേ മണ്ണിലടങ്ങിയിരിക്കുന്ന സൂക്ഷ്മ മൂലകങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല ശാസ്ത്രീയമായ അറിവ് അത്യാവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഡോക്ടർ PN പ്രേമചന്ദ്രൻ, ഡയറക്ടർ, സ്റ്റേറ്റ് സോയിൽ സർവേ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ്, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 0471 233 9800. മൊബൈൽ 9497 24200. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും 5 കോടി രൂപയുടെ പച്ചക്കറി കൃഷി പദ്ധതി. പോളി ഹൗസുകൾ നിർമ്മിക്കുന്നതിന് 75% സബ്സിഡി. വിദ്യാർത്ഥികളിലൂടെയും വീട്ടമ്മമാർ മുഖേനയും പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് കൃഷിവകുപ്പ് സമഗ്ര പച്ചക്കറി കൃഷി പദ്ധതിയിൽ 5 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നു. 20 ലക്ഷം സ്കൂൾ വിദ്യാർത്ഥികൾക്കും 5 ലക്ഷം വീട്ടമ്മമാർക്കും 20 രൂപയുടെ പച്ചക്കറി വിത്ത് കിറ്റുകൾ വിതരണം ചെയ്യും. കൂടാതെ RKVY ഫണ്ട് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് 30 ലക്ഷം പച്ചക്കറി വിത്ത് കിറ്റുകളും വീട്ടുവളപ്പുകളിൽ കൃഷി ചെയ്യാൻ 181.82 ലക്ഷം ശീതകാല പച്ചക്കറി തൈകളും നാടൻ പച്ചക്കറി തൈകളും വിതരണം ചെയ്യും.
ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സഹകരണത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന ആകാശവാണി ഞാറ്റുവേല കുട്ടനാട് റേഡിയോ പരിപാടിയിൽ നാളെ അന്നം ബ്രഹ്മം മാംസാഹാരം പഥ്യമോ മിഥ്യയോ എന്നീ പരിപാടികൾ സംപ്രേഷണം ചെയ്യും. പശുപരിപാലന രംഗത്തേക്ക് യുവതീ-യുവാക്കളെ ആകർഷിക്കുന്നതിനും പുതിയ ഡയറി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മിൽമ ട്രെയിനിംഗ് സെന്റർ ക്ഷീര കർഷക പരിശീലനം നൽകുന്നു. 4 ദിവസം ദൈർഘ്യമുള്ള പരിശീലനത്തിൽ പാൽ ഉൽപാദനത്തിനായി കന്നുകുട്ടിയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കന്നുകുട്ടിയെ വാങ്ങിക്കുകയോ കന്നുകുട്ടി ജനിക്കുകയോ ചെയ്താൽ അത് മതിലക്ഷണം കാണിക്കുന്നതുവരെയുള്ള പരിചരണം, ചെനയുള്ള പശുവിന്റെ പ്രസവം വരെയുള്ള പരിചരണം, പ്രസവിച്ച പശുവിന്റെ കറവഘട്ടത്തിലെ പരിചരണം, വിവിധ തരം തീറ്റപ്പുൽ വിത്തുകളും അവ കൃഷി ചെയ്യുന്ന രീതികളും, ശാസ്ത്രീയമായ തൊഴുത്തു നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകും. അടുത്ത ബാച്ചിന്റെ പരിശീലനം ജൂലൈ 21 മുതൽ 24 വരെ തൃശൂർ രാമവർമ്മപുരം മിൽമ ട്രെയിനിംഗ് സെന്ററിൽ നടത്തുന്നതാണ്. പരിശീലന ഫീസിൽ താമസം, ഭക്ഷണം, പഠന സാമഗ്രികൾ, ക്ലാസുകൾ, ഫാം സന്ദർശനം എന്നിവ ഉൾപ്പെടുന്നു. താൽപ്പര്യമുള്ളവർ ജൂലൈ 19 തീയതിക്ക് മുൻപായി മിൽമ ട്രെയിനിംഗ് സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിലാസം: പ്രിൻസിപ്പൽ IC KCMMF ലിമിറ്റഡ്, മിൽമ ട്രെയിനിംഗ് സെന്റർ, രാമവർമ്മപുരം PO, തൃശൂർ 680631. ഫോൺ നമ്പർ 048726955869. ഹൈടെക് കൃഷി പദ്ധതി അനുസരിച്ച് പോളി ഹൗസുകൾ സ്ഥാപിക്കുന്നതിന് 75% സബ്സിഡി നൽകുന്നു. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ കോർപ്പറേഷനുകളിലും എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഹൈടെക് കൃഷി പദ്ധതി നടപ്പാക്കും. കർഷകർ, കർഷക കൂട്ടായ്മകൾ, ക്ലസ്റ്ററുകൾ, സർക്കാരിതര സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവർക്ക് അപേക്ഷിക്കാം. വിലാസം: മിഷൻ ഡയറക്ടർ, സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, തിരുവനന്തപുരം 34. ഫോൺ നമ്പർ 047123300857. ഇനി പീലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം കർഷകർക്ക് നൽകുന്ന കാർഷിക നിർദ്ദേശങ്ങൾ. തെങ്ങുകൾക്ക് വളം ചേർക്കാൻ സമയമായി. തടം തുറന്ന് തെങ്ങൊന്നിന് 1 കിലോഗ്രാം കുമ്മായം ചേർക്കണം. തുടർന്ന് ഉണക്കിപ്പൊടിച്ച ചാണകം, കമ്പോസ്റ്റ് അല്ലെങ്കിൽ പച്ചിലവളം 25 കിലോഗ്രാം, മഗ്നീഷ്യം സൾഫേറ്റ് 1/2 കിലോഗ്രാം എന്നിവ ചേർത്ത് കൊടുക്കണം. കുമ്മായം ചേർത്ത് 3 ആഴ്ച കഴിഞ്ഞാൽ രാസവളം ചേർക്കാം. ചെല്ലുകളുടെ ആക്രമണം തെങ്ങുകളിൽ ഉണ്ടാവാതിരിക്കാൻ മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മുകളിൽ നിന്നുള്ള 3 ഇലക്കവിളുകളിൽ നാഫ്തലീൻ ഗുളികകൾ കവിൾ ഒന്നിന് 3 എണ്ണം എന്ന രീതിയിൽ ഇട്ട് പൂഴി ചേർത്ത് മറച്ച് വെക്കേണ്ടതാണ്. വാണിജ്യാടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കാൻ കുറഞ്ഞത് 15 കർഷകരടങ്ങിയ ക്ലസ്റ്ററുകളിലൂടെ 5 ഹെക്ടർ സ്ഥലത്ത് പച്ചക്കറി കൃഷി നടത്തുന്നതിന് 75,000 രൂപ കൃഷി വകുപ്പ് ധനസഹായം നൽകുന്നു. ഇത്തരം 800 ക്ലസ്റ്ററുകളിലൂടെ 4,000 ഹെക്ടർ സ്ഥലത്ത് പദ്ധതി നടപ്പാക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ക്ലസ്റ്ററുകളിൽ പമ്പ് സെറ്റ് സ്ഥാപിക്കുന്നതിനും സസ്യ സംരക്ഷണ ഉപകരണങ്ങൾക്കും ധനസഹായം നൽകും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 14,400, വെളിച്ചെണ്ണ കോഴിക്കോട് 15,400, വെളിച്ചെണ്ണ തൃശൂർ 14,400, കൊപ്ര കൊച്ചി 9,800, കൊപ്ര കോഴിക്കോട് 10,100, കൊപ്ര തൃശൂർ 9,635, കുരുമുളക് അൺഗാർബിൾഡ് 67,100, കുരുമുളക് ഗാർബിൾഡ് 69,600. ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,200, മഞ്ഞൾ ഈറോഡ് 7,400, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും ഇടയിൽ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 14,050, റബ്ബർ RSS 4 ഗ്രേഡ് 14,550. കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 14,100, റബ്ബർ RSS 4 ഗ്രേഡ് 14,600. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 14,400, കൊപ്ര 9,800, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100, പിണ്ണാക്ക് റോട്ടറി 3,000, കുരുമുളക് അൺഗാർബിൾഡ് 67,100, കുരുമുളക് ഗാർബിൾഡ് 69,600. ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ നാടൻ 6,000.